കോർണർ ഫുട്ബോളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ആശാനും പിള്ളേരും റയലിനെതിരെ വ്യക്തമായ 3 പോയിന്റ് ലീഡോടെ ടോപ്പിൽ തിരിച്ചെത്തിയിരിക്കുകയാണ്. ഇന്നലെ നടന്ന കളിയിൽ റയൽ സോസിഡാസിനെ ത്രാഷ് ചെയ്തു, 4-0 ത്രാഷ് ചെയ്തു എന്ന് വേണം പറയാം. ആ റെഡ് കാർഡാണ് കളിയുടെ ഗതിയെ തന്നെ മാറ്റിമറിച്ചത്. കാരണം 15 മിനിറ്റോളം റയൽ സോസിഡാസ് നല്ല അഗ്രസീവായിട്ട് കളിച്ചിരുന്നു. കാരണം ബാർസയ്ക്ക് കളിയൊരു ഗ്രിപ്പ് അവർക്ക് നേടാൻ ഫസ്റ്റ് 15 മിനിറ്റ് കഴിഞ്ഞിരുന്നില്ല. ആ 17ാമത്തെ മിനിറ്റിൽ ഓൾമോനെ വലിച്ചിട്ടതിന് അരിക്സിന് ആ റെഡ് കാർഡ് കണ്ടതാണ് കളിയുടെ ആ ഒരു ഗതി റയൽ സോസിഡാസിന്റെ കയ്യിൽ നിന്ന് വിട്ടുപോയത്. അതുവരെയ്ക്കും ഒരു 4ാമത്തെ മിനിറ്റിൽ തന്നെ അവർ ഗോൾ സ്കോർ ചെയ്യുന്നുണ്ട്. ഗോമസിന്റെ വക ഒരു ഗോൾ വരുന്നുണ്ട്. പക്ഷെ ആ ബിൽഡപ്പിൽ ഓഫ് സൈഡായി വരികയായിരുന്നു. പിന്നെ അതിനുശേഷം റയൽ സോസിഡാസിനെ പിന്നെ ചിത്രത്തിലേ ഇല്ലായിരുന്നു. ബാർസലോണ അടക്കി ഭരിച്ചിരുന്നത്. കാരണം ആ 30 യാർഡ് ബോക്സിലേക്ക് ആ ബാർസയുടെ ബിൽഡപ്പുകളും ബാർസയുടെ ആ പാസിംഗ് ഒക്കെ കണ്ട് പിന്നെ റയൽ സോസിഡാസിന്റെ ഗോളി റൊമേറിയോ എത്രയും പെട്ടെന്ന് കളിയൊന്ന് മതിയായിരുന്നു എന്ന് പോലും അദ്ദേഹത്തിന് തോന്നിപ്പോയി കാണും. എന്നാൽ എതിർ പോസ്റ്റിലോ ബാർസയുടെ ഗോളി ചെച്ചിനി അവിടെ ഉണ്ടോ എന്ന് പോലും അറിയില്ലായിരുന്നു. കാരണം ബാക്ക് പാസിൽ 2-3 പ്രാവശ്യം മാത്രമേ അദ്ദേഹത്തിന് പിന്നെ ആ കളിയിൽ കാണാനേ സാധിച്ചിരുന്നുള്ളൂ. കളി നോക്കുകയാണെങ്കിൽ 4-0 ബാർസയുടെ വിജയം. ഓൾമയുടെ വക 2 അസിസ്റ്റും എല്ലാം വ്യത്യസ്ത ഗോൾ സ്കോറേഴ്സ് ആയിരുന്നു. ഒരു ഗോൾ കസേഡയുടെ വക, അദ്ദേഹത്തിന്റെ ക്ലബിന് വേണ്ടിയുള്ള ആദ്യത്തെ ഗോളാണെന്ന് തോന്നുന്നു. പിന്നെ മറ്റൊരു ഗോൾ ജെറാർഡ് മാർട്ടിന്റെ വക, മറ്റൊരു ഗോൾ ലെവൻഡോസ്കിയുടെയും പിന്നെ ക്യാപ്റ്റൻ അറോജയുടെ വകയായിരുന്നു വേറൊരു ഗോൾ. കളിയിലെ 25ാമത്തെ മിനിറ്റിലാണ് ജെറാർഡ് മാർട്ടിൻ ഗോൾ നേടുന്നത്. അത് ലാമിൻ യമാൽ ഓൾമോ കോമ്പിനേഷനിലാണ് ആ ഗോൾ വരുന്നത്. ലാമിൻ യമാൽ ഇന്നലെ എന്തൊരു പറയാം, ഒരു ഡാൻസിങ് ഫീറ്റിൽ ഒരു ഡാൻസിങ് യമാൽ എന്ന് വേണം പറയാം. എന്നാൽ അദ്ദേഹം അദ്ദേഹം എൻജോയ് ചെയ്ത് കളിച്ചിരുന്നു ആ ലെഫ്റ്റ് വിങ്ങിൽ. അങ്ങനെ 29ാമത്തെ മിനിറ്റിൽ മാർക്കോ കസേഡയുടെ വക മറ്റൊരു ഗോൾ വരുന്നു. അത് റൊമേറിയോ ആ ബോൾ തടുക്കുന്നുണ്ട്, പക്ഷേ അത് റീബൗണ്ടായി കസേഡ അത് ഗോളാക്കുകയാണ് ചെയ്തിരുന്നത്. അപ്പോൾ ഇന്നലെ കസോഡയും പെഡ്രിയൊക്കെ മിഡ്ഫീൽഡ് അടക്കി ഭരിച്ചിരുന്നു. കസേഡയ്ക്ക് ഇന്നലെ നല്ല ഫോമിലായിരുന്നു, നല്ല കളിയായിരുന്നു കളിച്ചിരുന്നത്. എന്നാൽ 56ാമത്തെ മിനിറ്റിൽ ക്യാപ്റ്റൻ അറേജയുടെ വക മറ്റൊരു ഗോൾ വരുന്നുണ്ട്. അത് യമാലിന്റെ ഒരു കോർണറിൽ നിന്നാണ് ആ ഗോൾ വരുന്നത്. അങ്ങനെ കളി മൊത്തത്തിൽ ബാർസ തന്നെയാണ് കൺട്രോൾ ചെയ്യുന്നത്. കാരണം 30 യാർഡ് ബോക്സിന്റെ ആ സൈഡ് പരിസരത്ത് മാത്രമേ ബോൾ കടന്ന് കറങ്ങിയിട്ടുള്ളൂ. റഫറി ലാസ്റ്റ് മിനിറ്റ് തീരാൻ 10 സെക്കൻഡുകൾ ബാക്കി നിൽക്കുകയൊക്കെ ഫുൾ ടൈം വിസിലൊക്കെ വിളിക്കുന്നുണ്ട്. അതൊരു ആശ്വാസമായിട്ടായിരിക്കാം റയൽ സോസിഡാസ് ഗോളിക്ക് തോന്നിക്കാണുക. മറ്റൊരു ഗോൾ 60ാമത്തെ മിനിറ്റിൽ ലെവൻഡോസ്കിയാണ് ഗോൾ സ്കോർ ചെയ്യുന്നത്. അത് ക്യാപ്റ്റൻ അറോജയുടെ വകയുടെ അസിസ്റ്റിലാണ് ആ ഗോൾ വരുന്നത്. അങ്ങനെ ബാർസലോണ ആ ഇന്നലത്തെ കളി മൊത്തത്തിൽ ഡൊമിനൻസ് ആയിട്ടുള്ള പെർഫോമൻസ് ആയിരുന്നു ആ റെഡ് കാർഡിന് ശേഷം കാണിച്ചത്. ഒരു ഗോളിന്റെ എക്സ്പെക്ടേഷൻ പോലും റയൽ സോസിഡാസിന്റെ അടുക്കൽ ഇല്ലായിരുന്നു. കാരണം ഒരു ഷോട്ടോ ഒരു ഓൺ ടാർഗറ്റോ വ്യക്തമായി എടുത്തു പറയേണ്ട ഒരു മൊമെന്റമോ ഒന്നും റയൽ സോസിഡാസിന്റെ അടുക്കൽ നിന്ന് ആ റെഡ് കാർഡിന് ശേഷം വന്നിരുന്നില്ല. അങ്ങനെ വ്യക്തമായ റയൽ മാഡ്രിഡിനെതിരെ 3 പോയിന്റിന് വ്യക്തമായ ലീഡോടെ 27 കളിയിൽ നിന്ന് 57 പോയിന്റുമായി ബാർസലോണ ഇപ്പം ലീഗ് ടോപ്പിലാണ്. ഇനി ബാർസലോണയുടെ അടുത്ത കളി UCL റൗണ്ട് ഓഫ് 16 ബെനിഫിഷ്യൽ ആയിട്ടാണ് ഇനി അടുത്ത ബാർസലോണ കളി. അപ്പോൾ ഇതുപോലത്തെ ഒരു സൂപ്പർ പെർഫോമൻസ് ആയിരിക്കും ബാർസലോണ ആരാധകർ ആഗ്രഹിക്കുന്നത്. മറ്റൊരു മത്സരം നോക്കുകയാണെങ്കിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഫുൾഹാമിനെതിരെ പെനാൽറ്റി ഷൂട്ടൗട്ടിൽ പുറത്തായിരിക്കുകയാണ്. ഇതിപ്പം എന്താ ഈ കഥ? ഇത് കോപ്പി പേസ്റ്റ് ചെയ്ത് പോയേണ്ട ഒരു ടോപ്പിക്കായി വരും. മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ കളി നോക്കുകയാണെങ്കിൽ ഇപ്രാവശ്യം പിന്നെ ഒരു മാറ്റം വന്നത് പെനാൽറ്റി ഷൂട്ടൗട്ടിലാണ് പുറത്തായത്. അവരെ ഫാൻസിനെ സമ്മതിക്കണം. കാരണം ഇത്രയും മോശപ്പെട്ട സമയത്തും ബാക്കപ്പ് ചെയ്യുന്നുണ്ടല്ലോ. ആ മാനേജ്മെന്റ് ഒക്കെ എടുത്ത് കളയേണ്ട ടൈമായി. കാരണം ഒരു സൈനിങ്ങിനൊന്നും ഒരു സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു ഇതില്ലാതെയാണ് ഓരോരോ സൈനിങ്ങൾ. കാരണം ആ സിർക്കേസിയും ഹോയിലൻഡ് ഒക്കെ എന്തോന്ന് വാഴകളാണ്. അതുപോലെ തന്നെ ഗർനാച്ചൊക്കെ ആ സെക്കൻഡ് എക്സ്ട്രാ ടൈമിലേക്ക് വന്ന ആ ചാൻസുകൾ കൊണ്ട് കളഞ്ഞത്. ഇങ്ങനെ പോയാൽ ഫാൻസുകാർ പോലും മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ കൈവിടും. കളിയിലൂടെ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഹാഫിലെ 46ാമത്തെ മിനിറ്റിൽ ബയാസിയാണ് ഫുൾഹാമിന് വേണ്ടി ഫസ്റ്റ് ഗോൾ സ്കോർ ചെയ്യുന്നത്. എന്നാൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ഗോൾ വരുന്നത് ക്യാപ്റ്റൻ ബ്രൂണോ ഫെർണാണ്ടസിന്റെ വകയാണ്. അദ്ദേഹം മാത്രമേ ഉള്ളൂ ഇപ്പൊ കളിക്കാനും അസിസ്റ്റ് പ്രൊവൈഡ് ചെയ്യാനും ഗോൾ സ്കോർ ചെയ്യാനും. ബാക്കി എല്ലാം വാഴകളാണ്. ഹോയിലൻഡും സിർക്കസൊക്കെ എന്തിനാണ് കളിക്കുന്നത്? അവരൊക്കെ എടുത്ത് കളയേണ്ട ടൈമായി. ഇനിയിപ്പം അടുത്ത സീസണിൽ ഒരു ടീം ബിൽഡപ്പ് ഇല്ലെങ്കിൽ
ഈ അവസ്ഥ തന്നെയായിരിക്കും ഇനിയിപ്പോൾ അടുത്ത സീസണിൽ വരാൻ പോകുക. ഇനി ഇവർക്ക് ബാക്കിയുള്ളത് യൂറോപ്പ ലീഗ് മാത്രമാണ്. കളിയിൽ ഒരുപാട് അവസരങ്ങൾ ഉണ്ടായിരുന്നു, ഒരുപാട് അവസരങ്ങൾ സിർക്കസിക്ക്, അതുപോലെ തന്നെ ഓർഗോയ്ക്കും, അതുപോലെ തന്നെ ഗർണാച്ചയ്ക്കൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ആ അവസരങ്ങളൊക്കെ പാഴാക്കി. ഒനാനേനെ ഇന്നലെ ഒരു തെറ്റ് പറയേണ്ട ഒരു നിമിഷവും എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹം പെനാൽറ്റി സേവ് ചെയ്തില്ല, നിർഭാഗ്യ പെനാൽറ്റി സേവ് ചെയ്യാൻ പറ്റില്ല. ബാക്കി കളി നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ മികച്ച സേവുകൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഗോളി ലെനായിരുന്നാലും ഒനാനായിരുന്നാലും മികച്ച സേവുകൾ കാരണമാണ് ഇന്നലത്തെ ഗോൾ സ്കോറിന് തന്നെ മാറാത്തത്. അത്രയും ഇഞ്ചോടിഞ്ച് നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു ഇരു ടീമുകളും കാഴ്ചവെച്ചത്. അതിൽ എടുത്തു പറയേണ്ടത് ഈ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ പെർഫോമൻസ് ഇങ്ങനെ ആയാൽ പറ്റില്ല. കാരണം അവരുടെ ഫ്രണ്ട് ലൈൻ, എടുത്തു പറയേണ്ട ഫ്രണ്ട് ലൈൻ തന്നെ ഒരു കോമ്പിനേഷനുള്ള ഒരു ഇന്റൻസിറ്റി, ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ഷോട്ടുകളോ അവരെ കൊണ്ട് ഉതിർക്കാൻ പറ്റുന്നില്ല. ഫസ്റ്റിൽ തന്നെ ആ ചാൻസുകൾ അത് കൺവേർട്ട് ചെയ്തിരുന്നെങ്കിൽ അവർക്ക് ചിലപ്പം ഈ എക്സ്ട്രാ ടൈമിൽ തന്നെ അവർക്ക് നല്ല ചാൻസുകൾ ഉണ്ടായിരുന്നു. ആ ചാൻസെങ്കിലും ആ ചാൻസെങ്കിലും കൺവേർട്ട് ചെയ്തിരുന്നെങ്കിൽ ആ സ്കോറിൽ തന്നെ മാറുമായിരുന്നു. അവർക്ക് ഇനിയിപ്പം അടുത്ത റൗണ്ടിൽ കടക്കാമായിരുന്നു. ഇനിയിപ്പോൾ എല്ലാ പഴിയും കൂടെ ഒനാനേന്റെ മേൽക്കാണ് പറയുന്നത്. കാരണം പെനാൽറ്റി നോക്കുകയാണെങ്കിൽ ആ ലിൻഡലോഫ് ആണ് ഫസ്റ്റ് പെനാൽറ്റി മിസ് ചെയ്യുന്നത്. ഫസ്റ്റ് അല്ല, 4ാമത്തെ പെനാൽറ്റി മിസ് ചെയ്യുന്നത്. പിന്നെ അടുത്ത മിസ്സോ അത് സിർക്കസിയാണ് മിസ് ചെയ്യുന്നത്. 5ാമത്തെ പെനാൽറ്റി സിർക്കസിയാണ് മിസ് ചെയ്യുന്നത്. ഒരു പെനാൽറ്റി പോലും നേരെ കൺവേർട്ട് ചെയ്യാത്ത ഈ ഫോർവേഡുകളാണല്ലോ ഈ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് മാനേജ്മെന്റ് സൈൻ ചെയ്തത്. അങ്ങനെ ഇത് കാര്യമൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇനിയിപ്പം മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പുറത്തായിരിക്കുകയാണ്. ഇനി അവർക്ക് ഒരു കോമ്പിനേഷൻ ആയിട്ടുള്ളത് ഇനിയിപ്പോൾ യൂറോപ്പ ലീഗ് മാത്രമാണ്. അങ്ങനെ അടുത്ത റൗണ്ട് കാണാതെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പുറത്തായിരിക്കുകയാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നതായിരിക്കും. നമസ്കാരം.